എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു ജോബ സ്റ്റോറീസ്. അപ്പൊ കുറെ നാളത്തേന് ശേഷം നമ്മളൊരു കുഞ്ഞ് യാത്ര പോവാണ് ഇന്ന്. കുഞ്ഞ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് ഗുരുവായൂർ അമ്പലം വരെ പോകുന്നുള്ളൂ. അതെ, വടക്കഞ്ചേരി സൂന്റെ വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഇന്ന് ഗുരുവായൂർ അമ്പലം വരെ. അതെ, 1.5 മണിക്കൂർ. അതെ, 1.5 മണിക്കൂർ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഗുരുവായൂർ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം അവിടെയാണ് നടന്നത്. നമ്മുടെ കല്യാണം നടന്ന സ്ഥലമാണ്. പിന്നെ കുറെ നാളായി നമ്മള് ഗുരുവായൂര് രാവിലെ തൊഴാത്തത്. നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ പോവും, ഉച്ചക്ക് മുമ്പ് തൊഴും, എന്നിട്ട് പായസം മേടിക്കും, വരും. കോവിഡിന് മുന്നേ കുറെ പ്രാവശ്യം മിക്കവാറും പോവാറുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ഒക്കെ മിക്കവാറും പോയി തൊഴാറുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ 1-2 പ്രാവശ്യമായിട്ടേ പോയിട്ടുള്ളൂ. അതെ, പിന്നെ പറഞ്ഞ പോലെ കുറെ നാള് കൊണ്ട് രാവിലെ തൊഴുതിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് ഗുരുവായൂർ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം തൊഴാം, നാളെ രാവിലെയും തൊഴാം. കാരണം ഗുരുവായൂർ ഏകാദശിയുടെ സമയമാണ്. അതുകൊണ്ട് തിരക്ക് എങ്ങനെയാന്ന് അറിയില്ല. ചെമ്പൈ സംഗീതോത്സവം നടക്കാണ്, സ്വാമിമാരുടെ സമയമാണ്. അതുകൊണ്ട് തിരക്ക് എങ്ങനെയാന്നൊന്നും അറിയില്ല. പക്ഷെ റൂമൊക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. നമ്മൾ വിളിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ സമയം ഗുരുവായൂർ പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങള് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് സ്ലോട്ട് എടുത്തിട്ട് വേണം പോവാൻ. നമ്മൾ ഇന്നും ബുക്ക് ചെയ്തിട്ടുണ്ട് സ്ലോട്ട് 7 മണിക്ക്. പക്ഷെ 6:30 റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. നാളെ രാവിലെ 4:30 സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിട്ട് ആധാർ ഒക്കെ വെച്ചിട്ട് വേണം. അതെ, ആധാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് മതി. എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുവായൂർ ദേവസ്വത്തിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മള് ഒരു ലോഗിൻ ID പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ ബുക്ക് ചെയ്യുക. ചാർജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സ്ലോട്ട് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ എന്താ, നമുക്ക് ക്യൂ ഒന്നും നിൽക്കണ്ട. പെട്ടെന്ന് നേരെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അതായത് നെയ്വിളക്ക് 5 പേർക്ക് 4500 രൂപ കൊടുത്തിട്ട് നെയ്വിളക്കിന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ക്യൂ ഒന്നും നിൽക്കാതെ സുഖമായിട്ട് പോയിട്ട് തൊഴാം. അതെ, പിന്നെ കോവിഡിനൊക്കെ മുന്നേ പോയവരാണെങ്കിൽ ഇപ്പൊ ആകെ ഗുരുവായൂർ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം. ഗുരുവായൂർ മാറി മറിഞ്ഞു. പണ്ട് കണ്ട പല കടകളും ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഗുരുവായൂരിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവാം. അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് നമ്മൾ വന്നു. അതെ, നമ്മള് ഗോപിക റീജൻസി എന്ന് പറഞ്ഞ കിഴക്കേ നടയുടെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതന്നെ, കിഴക്കേ നടയുടെ നടപ്പന്തലില്ലേ, നടപ്പന്തലിനോട് തൊട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം ഒരു 10 കാറുകൾ വരെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതെ, ചിലപ്പം അമ്പലത്തിലേക്ക് കയറുന്ന അത് കൗസ്തുഭത്തിന്റെ അവിടെയുള്ള ഒരു ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഹോട്ടലിലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന് തുറന്നു തന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൗസ്തുഭത്തിന്റെ ഗ്രൗണ്ടില് ഇപ്പൊ പാർക്കിംഗ് ഇല്ല. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇപ്പൊ കാറിന്റെയും എല്ലാ വണ്ടികളുടെയും പാർക്കിംഗ് കൗസ്തുഭത്തിന് തൊട്ടപ്പുറമുള്ള ഗ്രൗണ്ടില് അവര് മൾട്ടി ഫ്ലോറി പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പൊ മൊത്തം പാർക്കിംഗ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ചൂണ്ടൽ വഴിയാണ് വരിക. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ചൂണ്ടൽ വഴി വരാൻ പാടില്ല. കാരണം മേൽപ്പാലം പണിയുന്നുണ്ട്. എന്ത് മേൽപ്പാലം? റെയിൽവേ ക്രോസിന് നേരെ മുകളിൽ കൂടെ ഓവർബ്രിഡ്ജ് പണിയുന്നുണ്ട്. അതന്നെ, അതുകൊണ്ട് ആ റോഡ് ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മളും ഇത് അറിഞ്ഞില്ല. നമ്മൾ ചൂണ്ടലിൽ എത്തിയപ്പോഴാണ് അവിടെ റോഡ് ബ്ലോക്ക് എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് കുന്നംകുളം വഴി വരേണ്ടി വന്നു. റോഡ് മഹാമോശാണ്. അതുകൊണ്ട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാവക്കാട് വഴി വരുന്നതായിരിക്കും അടുത്ത്. നമ്മൾ പറഞ്ഞല്ലോ ഏകാദശിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അമ്പലം നല്ല ഭംഗിയായിട്ട് കുറെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണിക്കാം. നമ്മളിങ്ങനെ ഇപ്പൊ ഹോട്ടലിലാണ് ഉള്ളത്. നമ്മൾ പയ്യെ ഇറങ്ങുന്നുണ്ട്, പുറത്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് വരുന്നതുകൊണ്ട് കാണിക്കാം. പിന്നെ എന്താണ്, ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ട്, അതിന്റെ തിരക്കുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് എന്ന് കരുതിയിട്ട് ബുക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
നിങ്ങളുടെ ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ബുക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാവുന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഒരു 10 മിനിറ്റിൽ തൊഴുതിറങ്ങി. പിന്നെ ഇന്ന് ആരുടെയോ പ്രാർത്ഥനയാന്ന് തോന്നുന്നു, പാൽപ്പായസം ഫ്രീ ആണ് രാത്രി. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ, ഭക്ഷണം കഴിക്കണം. കൂടാതെ നിങ്ങൾക്ക് പറ്റുന്നത്ര രാത്രി ഗുരുവായൂർ ഏകാദശി സമയത്തുള്ള വിഷ്വൽസും കൂടെ കാണിച്ചു തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് കുറച്ച് ഇരുട്ടായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, എന്നാലും നിങ്ങൾ അതൊന്ന് മാനേജ് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ താമസിച്ച റൂം കാണിച്ചു തരാവേ. നമ്മൾ എടുത്തത് ഒരു AC റൂമാണ്. നല്ല അത്യാവശ്യം നല്ലൊരു ബെഡുണ്ട്, പിന്നെ ടവൽസും ബ്ലാങ്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ വെള്ളമുണ്ട്, പിന്നെ TV, ചൂടുവെള്ളമുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. 2240 രൂപയാണ് ഇൻക്ലൂഡിങ് ടാക്സ് ഈ റൂമിന്റെ റേറ്റ് പറഞ്ഞത്. പിന്നെ ഇവിടെ റെസ്റ്റോറന്റ് ഇല്ല, നമ്മൾ പുറത്തെവിടെന്നെങ്കിലും കഴിക്കണം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റും അല്ല. റെസ്റ്റോറന്റ് ഇല്ല, പക്ഷെ ഈ ഹോട്ടലിന്റെ പുറത്ത് ഇഷ്ടം പോലെ ഈറ്ററീസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്, സ്ഥിരം കയറുന്ന കുറെ ഹോട്ടൽസും കാണും. അപ്പൊ നമ്മൾ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാം. അപ്പൊ ആ കൂടെ തന്നെ കുറച്ച് വിശ്വാസം എടുക്കാം. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് സംഗീതാർച്ചന ആരംഭിക്കുന്നതാണ്. ഇപ്പം അമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുവാണേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 4 മണിയായി, നമ്മളൊക്കെ കുളിച്ച് സുന്ദരിയായി അല്ലേ? അപ്പോൾ 4 മണിക്കാണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് സ്ലോട്ട്. ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് വരണേ. ബുക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അതന്നെ, ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ബുക്ക് ചെയ്ത് കയറാവുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് കൃഷ്ണേട്ടനെ ഒന്ന് കണ്ടിട്ട് ടപ്പ് എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് തൊഴുതിട്ടൊക്കെ വന്നു. അതെ, എന്നിട്ട് ഇനി പായസം മേടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ടിക്കറ്റ് എടുത്തു, ഇനി പോയി പായസം മേടിച്ചാൽ മതി. അതെ, രാവിലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്താ ചീട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് പായസം മേടിച്ചിട്ട് വരാം.
കിട്ടിയോ? എത്ര ലിറ്റർ ഉണ്ട് ഇത്? 1.5 ലിറ്റർ. ഇപ്പം പണ്ടത്തെ പോലെ നമ്മൾ കണ്ടെയ്നർ സെപ്പറേറ്റ് സ്ഥലത്തുനിന്ന് മേടിക്കുകയൊന്നും വേണ്ട. കണ്ടെയ്നറിൻ്റെ അടക്കം നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. അവർ നല്ല വൃത്തിയിൽ അവർ ഫുള്ളാക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ 4:30 തൊഴാൻ വന്നപ്പം വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ 12 മണിയൊക്കെ ആയപ്പോൾ പായസം മേടിക്കാൻ വന്നപ്പോഴത്തേനും അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 3:30-ക്കോ 4:30-ക്കോ ആ സമയമാകുമ്പോൾ തൊഴാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തൊടുത്തിട്ട് പോകാം. ഇന്ന് അങ്ങനെയായിരുന്നു. ഇന്നലെ വൈകുന്നേരവും നല്ല സുഖമായിട്ട്. അതെ, ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ തൊഴുത് ഇറങ്ങിയായിരുന്നു. വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സുഖമായിട്ട് തൊഴാൻ പറ്റും. അതെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഗുരുവായൂർ ഇപ്പോൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ. എത്ര ആര് കൊടുക്കും? കേട്ടോ, ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിലും മോശമല്ലേ? എപ്പോഴും വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്ലിപ്പോ കമ്മലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നടപ്പന്തലൊക്കെ അവർ വലുതാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ഗുരുവായൂരിൻ്റെ രൂപം തന്നെ മാറിപ്പോകും. അതെ. അപ്പോൾ ഗുരുവായൂർ ഒരു ദിവസം സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വടക്കഞ്ചേരിക്ക് പോകാം. അതെ, പോകുന്ന വഴിക്ക് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ പുതിയ പാർക്കിംഗ് കെട്ടിട സമുച്ചയം? അത് കാണിച്ചു തരാവേ. മൾട്ടി ലെവൽ പാർക്കിംഗ്. ഇതല്ല, കൗസ്തുഭത്തിനോട് തൊട്ട് ചേർന്നാണ് എഴുതിയേക്കുന്നത്. കാണുന്നുണ്ടോ? ഗുരുവായൂർ ദേവസ്വം പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. അതില് താഴത്തെ ഫ്ലോറില് വലിയ വണ്ടികള്, മുകളിലുള്ള ഫ്ലോറിലാണ് കാറുകൾ. കണ്ടോ, 3rd ഫ്ലോറിൽ വരെ കാറുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ടിങ് ആക്കണം. അപ്പൊ പുതിയൊരു ജോറ് വാർ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.